സത്യത്തിൽ സൂരജിനെ ഏറ്റവും കൂടുതൽ എതിർക്കുകയും വെറുക്കുകയും ചെയ്തിരുന്ന ആള് ധന്യയാണ്. ആ ധന്യ ഇപ്പോൾ ഏതു നേരവും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് സൂരജിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയാ. ഒരിക്കലും ഇങ്ങനൊരു ആപത്ത് സംഭവിക്കുമെന്ന് ആരും കരുതിയിരുന്നല്ലോ. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് ഹരി. ചുരുങ്ങിയ കാലം കൊണ്ട് വിദ്യയും സൂരജും എങ്ങനെയാ ഇത്ര അടുത്തത്? സൂരജിന് ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകളത് എങ്ങനെ സഹിക്കും? ആ യാഥാർത്ഥ്യത്തോട് അവൾ എങ്ങനെ പൊരുത്തപ്പെടും? മനോജെ, ചിലത് ജീവിതത്തിൽ നിന്ന് നഷ്ടമാകുമ്പോൾ ഇനി ഒരു ജീവിതം നമുക്കില്ല എന്നൊക്കെ തോന്നും. പക്ഷേ പതിയെ പതിയെ നമ്മൾ ആ ജീവിതത്തിലെ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കും. മായ നഷ്ടമായപ്പോൾ എൻ്റെ അവസ്ഥ മനോജ് നേരിട്ട് കണ്ടതല്ലേ. അവിടുന്ന് ഇവിടം വരെ എത്താൻ എനിക്ക് സാധിച്ചില്ലേ? ജനിച്ച നാൾ മുതൽ നമ്മൾ കണ്ടുവളർന്ന നമ്മുടെ അച്ഛനും അമ്മയും വിട്ടുപോകുമ്പോൾ പോലും നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നില്ലേ? അതുപോലെ എല്ലാവർക്കും എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ സാധിക്കണം. വിദ്യയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കും. സൂരജ് ഇപ്പോൾ അവളുടെ ജീവിതത്തിൽ ഇല്ല എന്നും അവന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല എന്ന യാഥാർത്ഥ്യത്തോടും വിദ്യ എത്രയും വേഗം പൊരുത്തപ്പെടും. ആ ഒരു പ്രാർത്ഥന എനിക്കുള്ളൂ ഹരി. വിദ്യയുടെ ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. നൃത്തത്തിലൂടെ എൻ്റെ മോളെ ലോകം മുഴുവൻ അറിയപ്പെടുമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തൊരച്ഛനാ ഞാൻ. എനിക്കിനി അവൾ ചിലങ്ക കെട്ടി നൃത്തം ചെയ്യണം. പഴയ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് അവൾ ആരോഗ്യത്തോടെ നടക്കുന്നത് കാണണം. എനിക്കറിയാം, എൻ്റെ മോളുടെ ചിരി പൂർണ്ണമായി തിരിച്ചു കിട്ടണമെങ്കിൽ സൂരജ് എവിടെയാണെന്ന് അറിയണം. എങ്ങനെയും സൂരജിനെ കണ്ടെത്തി എൻ്റെ മോൾക്ക് കൊടുക്കണം. അതൊക്കെ നടക്കും മനോജെ. സൂരജ് എനിക്കെൻ്റെ സ്വന്തം മകൻ തന്നെയാ. അവനെ തിരിച്ചു കൊണ്ടുവരാൻ എന്തു ചെയ്യാനും ഞാൻ തയ്യാറാ. ഏത് വിധേനയും നമ്മൾ സൂരജിനെ കണ്ടെത്തും. എത്രയും പെട്ടെന്ന് സാധിച്ചാൽ മതിയായിരുന്നു. അതിനുവേണ്ടി എന്തിനും ഞാൻ ഹരിയോടൊപ്പം ഉണ്ട്. ആദർശേട്ടാ, എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? ഞാൻ വെറുതെ ഓരോന്ന്. എന്താണെങ്കിലും എന്നോട് കൂടെ പറ. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. കൈവിട്ടുപോയ കാര്യത്തിൽ ഇനി പരിഹാരമൊന്നുമില്ലടോ. ഹൈദരാബാദിലെ പ്രോജക്റ്റ് തിരികെ കിട്ടാൻ സാധ്യത കുറവാ. ഓരോരോ കാര്യങ്ങളും എന്തൊക്കെ പ്രതീക്ഷയോടെ നമ്മൾ തുടങ്ങുക. ഏറ്റെടുത്ത കാര്യം ഭംഗിയായിട്ട് തീർക്കാൻ നമ്മൾ പല വെല്ലുവിളികളും നേരിടേണ്ടി വരും. അതെല്ലാം ഓരോ ചലഞ്ചായി ഏറ്റെടുത്ത് നമ്മൾ ലക്ഷ്യത്തിലെത്തുമ്പോൾ ഒരു സന്തോഷവും സംതൃപ്തിയും നമുക്ക് കിട്ടും. പക്ഷേ അതിടയ്ക്ക് വെച്ച് കൈവിട്ടു പോയാൽ മനസ്സാകെ തളർന്നു പോവും. നമ്മുടെ കോൺഫിഡൻസിനെ പോലും അത് ബാധിക്കും. ഇതിപ്പോ ആദർശന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ലല്ലോ. നമ്മുടെ സമയദോഷം കൊണ്ടുണ്ടാവുന്ന നഷ്ടങ്ങൾ സഹിക്കല്ലാതെ നമുക്ക് വേറെ വഴിയില്ലല്ലോ. എന്നാലും ഞാൻ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഓരോന്നും ഓരോ പാഠമാണ് ആദർശേട്ടാ. ഇതിനു മുമ്പ് ഒരിക്കലും ആദർശന് ഇങ്ങനെ ഒരു ചതി പറ്റിയിട്ടില്ലല്ലോ. മറ്റുള്ളവരെ വിശ്വസിച്ചാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അതിൽ പലതരത്തിലുള്ള മനുഷ്യരുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി നമ്മൾ കേരളത്തിന് പുറത്തൊരു സ്ഥലമെടുത്ത് പ്രോജക്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഇപ്പൊ പറ്റിയതുപോലെയുള്ള നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടത് ചെയ്യണം. ഇനി നമ്മളത് ചെയ്യും. പക്ഷേ ഈ പ്രോജക്റ്റിൽ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതിനുവേണ്ടി ചെയ്യേണ്ടതെല്ലാം ആദർശേട്ടൻ ചെയ്തില്ലേ? എത്രയോ ദിവസങ്ങൾ അവിടെ പോയി നിന്നു. എത്ര ഓഫീസുകൾ കയറി ഇറങ്ങിയതാ. ആരെയൊക്കെ കണ്ട് സംസാരിച്ചു. എന്നിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് ഇനി അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല ആദർശേട്ടാ. നമുക്ക് വെറുതെ കിട്ടിയ പണമല്ല മീര നമ്മുടെ പ്രോജക്റ്റിൽ മുടക്കിയിരിക്കുന്നത്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാ. അതിങ്ങനെ വെറുതെ പോകുമ്പോൾ കുറച്ച് വിഷമമുണ്ട്. അത് ശരിയാ. പക്ഷേ തിരികെ കിട്ടില്ലെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് പിന്നാലെ നടന്ന് സമയവും എനർജിയും കളയുന്നതിൽ അർത്ഥമുണ്ടോ? ഇപ്പം നഷ്ടമായത് പണം മാത്രമാണ്.
അത് നമുക്കിനി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ആദർശേട്ടൻ ഇങ്ങനെ ആലോചനയും ടെൻഷനുമായിട്ട് അതിന്റെ പിന്നാലെ നടന്ന് ആരോഗ്യം കളഞ്ഞ് എന്തെങ്കിലും അസുഖം വരുത്തി വെച്ച എന്തു ചെയ്യും? ആദർശേട്ടൻ തൽക്കാലം അതിന്റെ കാര്യം മാർക്ക്. നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്തല്ലോ. ഇനി അത് നമുക്ക് തിരിച്ചു കിട്ടാനുള്ളതാണെങ്കിൽ തനിയെ തിരിച്ചു വന്നോളൂ. അതുവരെ ആ പ്രോജക്റ്റ് മനസ്സിൽ നിങ്ങൾ കളഞ്ഞേക്ക്. താൻ പറയുന്നത് ശരിയാണ്. ഞാനിനി ഇതിൻ്റെ കാര്യം ആലോചിച്ചിരുന്നാലും ടെൻഷൻ കൂടുമെന്നല്ലാതെ പ്രയോജനമൊന്നുമില്ല. ബാംഗ്ലൂരിലെ പ്രോജക്റ്റും നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും കാരണം എനിക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. താൻ ആ ബാംഗ്ലൂർ സൈഡിലെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് അവിടെ ലോസ് കുറച്ച് പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കാമോ? അവിടുത്തെ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ ആദർശേട്ടൻ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. അത് വെച്ച് ഞാനിങ്ങനെ പ്രോജക്റ്റ് ലാഭത്തിലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും? ആദർശേട്ടൻ അറിയാവുന്ന കാര്യങ്ങൾക്കപ്പുറം എനിക്കൊന്നും അറിയില്ലല്ലോ. മുമ്പ് ഇവിടുത്തെ പ്രോജക്റ്റ് ഞാൻ തന്നെ ഏൽപ്പിക്കുമ്പോഴും താൻ ഇതുപോലെ പല തടസ്സങ്ങളും പറഞ്ഞതാ. അവസാനം താനത് ലാഭത്തിലെത്തിച്ചു. അതുപോലെ ഇതിലും ഒരു ശ്രമം നടത്തി നോക്ക്. ആദർശേട്ടൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ മടിയുള്ളത് കൊണ്ടല്ല ഞാൻ തടസ്സങ്ങൾ പറയുന്നത്. ശരിക്കും എനിക്ക് അതിനുള്ള അറിവില്ലാത്തതുകൊണ്ടാ. പിന്നെ ഇവിടുത്തെ പ്രോജക്റ്റ് ലാഭത്തിലായത് ഈശ്വരാനുഗ്രഹം കൊണ്ടാ. അല്ല, തന്റെ അമ്മാവൻ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞതോ? അമ്മാവൻ ഹെൽപ്പ് ചെയ്തിരുന്നു. അതെല്ലാം ഫലം കണ്ടത് ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ. അത് മാത്രമല്ല, താനൊരു കാര്യം ഏറ്റെടുത്താൽ അത് വിജയിപ്പിക്കാനായി തന്റെ അറിവുകൾക്ക് അപ്പുറം കടന്നുള്ള ശ്രമമുണ്ട്. അത്തരം ശ്രമങ്ങളിൽ താൻ പോലും ചിന്തിക്കാത്തതും അറിയാത്തതുമായ പല വഴികളും തനിക്ക് തുറന്നു കിട്ടും. അതുകൊണ്ട് ഇതിലും താനൊന്ന് ശ്രമിച്ചു നോക്ക്. എന്തെങ്കിലും വഴി കിട്ടിയാലോ? ഞാൻ നോക്കാം ആദർശേട്ടാ. എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്യാം. ഓക്കെ. ബീനെ, എന്താ ബീനെ ഇത്? താൻ ഇപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരുന്ന എങ്ങനെയാ? ഇനിയുള്ള എന്റെ ജീവിതം ഇങ്ങനെ തന്നെ അല്ലേ ഹരിയേട്ടാ? താൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് സംഭവിച്ചൊന്നും മാറാൻ പോകുന്നില്ലല്ലോ. ഞാൻ ജീവിച്ച എന്റെ മോന് വേണ്ടിയല്ലേ. ഇപ്പൊ അവരെവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ലല്ലോ. പലരുടെയും സംസാരത്തില് എന്റെ സൂരജ് ജീവിച്ചിരിപ്പില്ലെന്ന പോലെയാ തോന്നുന്നത്. അങ്ങനൊന്നും പറയാതെ. ആളുകളുടെ സ്വഭാവം തനിക്കറിയാവല്ലോ. അതൊന്നും ബീന കാര്യമാക്കണ്ട. സൂരജ് തിരിച്ചു വരും. എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയവും. ആ പ്രതീക്ഷയില്ല ഞാനും. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തന്നിട്ട് എന്റെ പ്രാണൻ തിരിച്ചെടുത്തോട്ടെ. ബീനെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. സൂരജ് തിരികെ വരാൻ വേണ്ടി ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത പലതും ഭഗവാന് നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്യും. ഹരിയേട്ടൻ പറഞ്ഞത് ശരിയാ. എന്റെ മോനെ അവസ്ഥ വന്നത് ഞാൻ കാരണം. എന്റെ അഹങ്കാരം അതൊന്നും മാത്രം ഇതിനെല്ലാം കാരണം. എന്തൊക്കെയാ പറയുന്നേ? സത്യം ഹരിയേട്ട, ചെയ്യാൻ പാടില്ലാത്തത് പലതും ഞാൻ ചെയ്തു. എങ്ങനെങ്കിലും സൂരജിന് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണമെന്ന ചിന്തയായിരുന്നു എന്റെ മനസ്സിൽ. അതിനുവേണ്ടി പലതും കാട്ടിക്കൂട്ടി. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ? അങ്ങനൊന്നും മനസ്സ് കൈവിടരുത്. ഇതൊക്കെ ഒരു പരീക്ഷണമായി കണ്ട് അതിനെ അതിജീവിക്കണം. അതാ വേണ്ടത്. ജീവിതത്തില് പല പരീക്ഷണങ്ങളും നേരിട്ടവരല്ലേ നമ്മള്. അതിനെയൊക്കെ അതിജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ലേ? അത് ശരിയാ. സന്ദീപേട്ടൻ ഞങ്ങളെ വിട്ടുപോയി. ഞാനും എന്റെ മോനും തനിച്ചായപ്പോ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ആ അവസ്ഥയിലും എന്നെ മുന്നോട്ട് നയിച്ചത് എന്റെ മോനാ. അവനെ നന്നായി വളർത്തണം, ഒരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കണം എന്ന ചിന്ത മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. അതിനൊരു അമ്മ ചെയ്യേണ്ട എല്ലാ കടമയും വളരെ ഭംഗിയായി ബീന സൂരജിന് വേണ്ടി ചെയ്തല്ലോ. പിന്നെന്തിനാ വിഷമിക്കുന്നത്?
എനിക്കൊന്നും വേണ്ടായിരുന്നു ഹരിയേട്ട. എന്റെ മോനെ തിരിച്ചു കിട്ടിയ മാത്രം മതിയായിരുന്നു. സത്യം പറഞ്ഞ എന്റെ സൂരജൻ ഇങ്ങനൊക്കെ വന്നത് ഞാൻ ഒരാള് കാരണോ? ആ വിദ്യയുമായിട്ടുള്ള സ്നേഹം തകർക്കാൻ വേണ്ടിയാ ഞാൻ എന്റെ കുഞ്ഞിനെ നാട് കടത്തിയത്. അവന്റെ ആഗ്രഹത്തിനൊപ്പം നിന്ന് അത് നടത്തി കൊടുത്തിരുന്നെങ്കിൽ അവൻ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നില്ലേ? അങ്ങനെയൊന്നും കരുതണ്ട. നമ്മൾ അനുഭവിക്കേണ്ടത് എവിടെയായാലും നമ്മൾ അനുഭവിക്കുക തന്നെ വേണം ബീന. ഒരമ്മയ്ക്കും സ്വന്തം മക്കളുടെ നാശം ആഗ്രഹിക്കാൻ പറ്റില്ല. പിന്നെന്താ? ഇനിയുള്ള എന്റെ ജീവിതം എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാ. തന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകും ബീന. താനെന്താ ആലോചിക്കുന്നത്? വേറൊന്നുമല്ല, ചിലപ്പോ ഞാൻ മീരമോളോട് കാണിച്ച അവഗണനയ്ക്ക് ഭഗവാൻ നൽകിയ ശിക്ഷയായിരിക്കും ഇത്. അതിന് മീരമോളോട് ബീന എന്ത് അവഗണനയെ കാണിച്ചത്? പിന്നെ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങള് എല്ലാ വീട്ടിലും ഉള്ളതല്ലേ? അങ്ങനല്ല ഹരിയേട്ട. ചെറുപ്പം മുതല് ഞാൻ സൂരജിനും മീരയ്ക്കും ഇടയിൽ ഒരു വേർതിരിവ് കാണിച്ചിരുന്നു. പലപ്പോഴും പല ആഹാര സാധനങ്ങൾ പോലും ഞാൻ സൂരജിന് മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മീരയ്ക്ക് എത്രമാത്രം വിഷമായിട്ടുണ്ടാവും. അവള് എന്നെ മനസ്സുകൊണ്ടെങ്കിലും ശപിച്ചു കാണില്ലേ? അങ്ങനൊരു പേടിയൊന്നും വേണ്ട ബീനെ. മീരയ്ക്ക് ബീനയോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അതെനിക്കറിയാം ഹരിയേട്ട. അവള് നല്ല കുട്ടിയാ, ഈശ്വരാനുഗ്രഹമുള്ള മോള്. എന്റെ മീരമോൾക്കൊപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും എനിക്ക് പോണം, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണം. അത് വളരെ നല്ല കാര്യ. മനസ്സിന് സമാധാനം കിട്ടാൻ വിഷമങ്ങളെല്ലാം ഭഗവാന്റെ സന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കണം. മീരയ്ക്കൊപ്പം ക്ഷേത്രത്തിൽ വരാൻ ഞാൻ മീരയോട് പറയാം. ഹരിയേട്ടൻ പറഞ്ഞ അവള് കേക്കും. മീരമോള് ഞാൻ പറയാതെ തന്നെ സൂരജിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും എനിക്ക് മോളോടത് നേരിൽ പറയണം. അവള് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും, അതെനിക്ക് ഉറപ്പാ. ജീവിതത്തിലെ ഏറ്റവും വലുത് പണമാണെന്നും പണം ഉണ്ടെങ്കിൽ വേറെ ഒന്നും പേടിക്കാനില്ല എന്നുമായിരുന്നു എന്റെ ചിന്ത. പക്ഷേ ചില സമയം പണത്തിന് വെറും കടലാസ് കഷ്ണത്തിന്റെ വില പോലും ഇല്ലെന്ന് ഞാനിപ്പോ തിരിച്ചറിയുന്നു. എന്തു പറഞ്ഞാ ബീനയെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നതൊന്നും ബീനയുടെ വിഷമം കുറയ്ക്കുകയില്ല. ഇതൊക്കെ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുന്നതാണെന്ന് കരുതി സൂരജിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ളത്. ഏതായാലും മീര കൂടി വരികയാണെങ്കിൽ ബീനയ്ക്കൊരു സമാധാനമാകും. ഞാൻ മീരമോളോടൊന്ന് വിളിച്ചു പറയാം. ഈ കരച്ചിൽ നിർത്തി എന്തെങ്കിലും വന്നൊന്ന് കഴിക്കും. എനിക്കൊന്നും വേണ്ട ഹരിയേട്ട, വിശപ്പില്ല. അങ്ങനെ പറഞ്ഞ പറ്റില്ല. വാ എണീറ്റേ, അന്ന് കഴിക്കും. വേണ്ട, എണീക്ക്. തന്റെ സ്വഭാവത്തില് നല്ല മാറ്റമുണ്ട് അഭി. കഴിഞ്ഞ ദിവസം താൻ മീരയെ കുറിച്ച് സംസാരിച്ചപ്പോ ഞാൻ കരുതിയത് ആ സമയത്ത് മാത്രമായി എന്തോ ബോധോദയം സംഭവിച്ചു പറഞ്ഞെന്ന്. ഞാനങ്ങനെ വെറുതെ വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന ആളൊന്നും അല്ല. എല്ലാം നന്നായി ആലോചിച്ചിട്ട് തന്നെ പറയുന്നത്. ഇവിടുത്തെ പ്രശ്നങ്ങളെയും പ്രഷറുകളെയും അതിജീവിച്ച് മീര ഒരു സക്സസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ മിടുക്ക് തന്നെയാ. അത് അംഗീകരിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. ആദർശിന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് അമ്മ പറയുമായിരുന്നു മീര നമുക്ക് കിട്ടിയ ഭാഗ്യമാണെന്ന്. അത് പക്ഷേ അന്ന് ഞാൻ അംഗീകരിച്ചില്ല. ഇന്നിപ്പോ ആ വാക്കുകളൊക്കെ സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. തനിക്ക് മാത്രം എന്താ ഇത്ര ലേറ്റ് ആയിട്ട് ബോധ്യപ്പെട്ടെന്നാ എനിക്ക് സംശയം. മനസ്സുകൊണ്ട് ഞാൻ ഒരാളെ അംഗീകരിക്കാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ ഒരിക്കൽ അംഗീകരിച്ചാൽ അയാൾക്ക് പിന്നെ എന്റെ മനസ്സിൽ എന്നും ആ സ്ഥാനം ഉണ്ടാവും. എന്നെ എന്തായാലും അങ്ങനെ തിരഞ്ഞെടുത്താണല്ലോ. അതെ, ആ തീരുമാനം പലപ്പോഴും തെറ്റിപ്പോയിന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്നാലും ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കാനും
അംഗീകരിക്കാനുമുള്ള മനസ്സ് വിഘ്നേഷ് ചേട്ടൻ കാണിക്കുന്നതുകൊണ്ടാ നമുക്കിടയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നത്. ഓഹോ, അപ്പൊ അങ്ങനെയാണ്. തമാശക്ക് പറഞ്ഞാണല്ലേ? അല്ല, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. എന്തായാലും നമ്മുടെ കമ്പനിയിലെ നഷ്ടങ്ങൾ കുറയ്ക്കാൻ ഞാൻ മീരയുടെ സഹായം തേടാൻ തീരുമാനിച്ചു. എടോ, അത് വേണോ? അതെന്താ? താനങ്ങനെ മീരയോട് ചോദിക്കുന്നൊക്കെ ശരിയാണോ? അവരും ഇതേ മേഖലയിൽ തന്നെയല്ലേ കമ്പനി നടത്തുന്നത്? അതിനെന്താ, ഈ കമ്പനി 2 പേരിലാണെന്നല്ലേ ഉള്ളൂ. സത്യത്തിൽ ഇതൊന്നു തന്നെയല്ലേ. എന്റെയും ആദർശിന്റെ ആ സമയത്തെ വാശി കാരണം ഞങ്ങൾ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി. അതിന്റെ പ്രശ്നമാണ് ഇപ്പൊ എല്ലാവരും അനുഭവിക്കുന്നത്. ഇനി അങ്ങനെ വേണ്ട. ഇതെല്ലാം കലങ്ങി തെളിയാൻ മീര തന്നെ ഒരു കാരണക്കാരിയാവട്ടെ. അല്ല, തന്റെ തല എവിടെയെങ്കിലും ഇടിച്ചോ? ഒരു കാര്യമില്ലാതെ മനുഷ്യർ ഇങ്ങനെയൊക്കെ മാറുമോ? അതൊക്കെ മാറും. മനസ്സിൽ വെളിച്ചം വരാൻ അധിക സമയമൊന്നും വേണ്ട. ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണതും ആർക്കമിഡീസ് കുളിക്കാൻ ടബിൽ കിടന്നതും അവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായി എന്ന് പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ അതായിരുന്നോ കാരണങ്ങൾ? അവര് അതിനു മുമ്പും ശേഷവും ചിന്തിച്ചു കൂട്ടിയതിലേക്ക് വെളിച്ചം വന്ന് വീണ സമയമായിരിക്കില്ലേ അത്? ആയിരിക്കും. എന്ത് തേങ്ങ വീണിട്ടാണെങ്കിലും തനിക്കിപ്പോ ഇങ്ങനെ ഒരു തോന്നലുണ്ടായത് എന്തായാലും നന്നായി. നമ്മുടെ കമ്പനിയിലെ കാര്യങ്ങൾക്ക് സഹായിക്കാൻ മീര തയ്യാറാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാ. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാവാൻ അത് ഉപകരിക്കും. മീര സമ്മതിക്കും എന്ന കാര്യത്തില് ഒരു സംശയവുമില്ല. പക്ഷേ ആദർശ തടയിടുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഏയ്, ആദർശ് അങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. ഞാൻ ആദ്യം മീരയോടൊന്ന് സംസാരിക്കട്ടെ. അവളെന്താ പറയുന്നെന്ന് അറിയട്ടെ. മീര എന്ത് മറുപടി പറഞ്ഞാലും ഇനി ആദർശമായിട്ട് അതെല്ലാം തടഞ്ഞാലും താൻ അതിന്റെ പേരിൽ ഇനി വഴക്കിനൊന്നും പോകരുത്. ഒരു വീട്ടിൽ എല്ലാവരും തമ്മിൽ സ്നേഹമായിട്ട് ജീവിച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ കഴിഞ്ഞു. ബാക്കിയെല്ലാം നമുക്ക് നേരെയാക്കാവുന്നതേ ഉള്ളൂ. ബീനാമേ, മീരമോളോ? മോളെപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ബീനാമ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് വിഷമിച്ചിരുന്നാൽ എങ്ങനെയാ? ഞാൻ എന്ത് ചെയ്യാനാ മോളെ? എന്റെ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കാനും പ്രാർത്ഥിക്കാനും അല്ലേ എനിക്ക് സാധിക്കൂ. എപ്പോഴും ഇങ്ങനെ ആലോചനയും സങ്കടവും മാത്രമായ എന്തെങ്കിലും അസുഖം വരില്ലേ? പറഞ്ഞു കൊടുക്കൂ മോളെ. ഞാൻ പറഞ്ഞു മടുത്തു. 2 മാസമായിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാറില്ല. എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും. മിക്ക ദിവസവും പട്ടിണിയാ. ഞാൻ നിർബന്ധിക്കുമ്പോ എന്തെങ്കിലും കഴിച്ചു എന്ന് വരുത്തി തീർക്കും. അതാ ഇപ്പോഴത്തെ രീതി. മോളിരിക്കേ. എന്താ ബീനാമേ ഇത്? എങ്ങനെയാ മോളെ ഞാൻ കഴിക്കുന്നത്? കഴിക്കാൻ എടുക്കുമ്പോ എന്റെ സൂരജിന്റെ മുഖം ഓർമ്മ വരും. അവൻ എവിടെയാ? എന്താ? ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഒന്നും അറിയാതെ എനിക്ക് ആഹാരം ഇറങ്ങൂ. ബീനാമ്മ വിഷമിക്കുന്നത് പോലെ സൂരജിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം സൂരജ് തിരിച്ചു വരും. അത് ഞാൻ പലതവണ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് ബീനെ അംഗീകരിക്കണ്ടേ? നിങ്ങൾ രണ്ടുപേരും എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നുണ പറയണ്ട. സൂരജിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവൻ എന്റെ അടുത്തേക്ക് വരില്ലേ? ഇങ്ങനെ മാറി നിന്ന് വേദനിപ്പിക്കുവോ? എന്തു പറയാനാ? എനിക്കൊന്നും അറിയില്ല മോളെ. ഞാൻ വിധിയുടെ അടുത്ത് നിന്നാ വരുന്നത്. അവള് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. പാവം, അവളുടെ അവസ്ഥ വലിയ കഷ്ടമാ. എല്ലാത്തിനും കാരണം ഞാനാ. എന്റെ നശിച്ച വാശിയ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. വിദ്യയ്ക്ക് എന്റെ സൂരജിനെ ഇത്രയ്ക്ക് ജീവനാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല.
അതെ, അത് ബീന പറഞ്ഞത് ശരിയാ. അവര് തമ്മിൽ അടുപ്പമുണ്ടെന്ന് അറിയാമായിരുന്നു. അത് ഇത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് നമ്മൾ ആരും മനസ്സിലാക്കിയില്ല. വിദ്യ ജീവനോടെ നമ്മുടെയൊക്കെ മുന്നിൽ ഉണ്ടെന്നല്ലാതെ അവൾ ആ പഴയ വിദ്യയല്ല.